ഇന്നലത്തെ ജാസ്മിന്റെ ആ ഒരു വിഷുവും നാടകീയ മുഹൂർത്തങ്ങളും കഴിഞ്ഞ് ഗബ്രീനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു നാരങ്ങ വെള്ളം ഒക്കെ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്താണ് മോനെ നിന്റെ പ്രശ്നം, എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ലൈഫിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇത്, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു ജീവിതത്തിൽ. ഇനി ഈ നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ വിഷമിച്ചാൽ പിന്നെ വിഷമിക്കാനല്ലേ ടൈം ഉണ്ടാവൂ. അപ്പോ ഗബ്രി പറയുന്നു, ഞാൻ കാരണം വേറൊരാൾക്ക് പ്രശ്നം വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ബിഗ് ബോസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു, നിങ്ങളൊരു മികച്ച മത്സരാർത്ഥിയാണ്, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, ഇങ്ങനെ വിഷമിക്കരുത് എന്നൊക്കെ നമ്മൾ എത്ര കേട്ടതാണ്. എന്നിട്ട് ഗബ്രി ആ ഒരു നാരങ്ങ വെള്ളം എടുത്ത് കുടിച്ചിട്ട് ആ വഴി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സീൻ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത് സീസൺ 4 ജാസ്മിൻ മൂസ പറഞ്ഞൊരു കാര്യമാണ്. അകത്ത് വെച്ച് പറഞ്ഞതല്ല, പുറത്തിറങ്ങി കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. കണ്ടസ്റ്റൻസ് മാനസികമായി തകർന്നിരിക്കുമ്പോൾ ബിഗ് ബോസ് വോഡ്ക ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൺഫെഷൻ റൂമിൽ വെച്ച് കൊടുക്കും എന്നിങ്ങനെയായിരുന്നു ജാസ്മിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഒരു ഗ്ലാസ് വോഡ്കയോ വല്ലതും ആണോ ഇനി ഗബ്രിക്ക് ബിഗ് ബോസ് കൊടുത്തത്? നമുക്കറിയില്ല എന്താണ് എന്നുള്ളത്. ഗബ്രി ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നപ്പോ എന്നാൽ ശരി ഇവനൊരു 100 ml കൊടുക്കാമെന്ന് ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ട് എങ്കിൽ നമുക്കതിനെ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ബിഗ് ബോസിൽ പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെ ഇതേപോലെ ഓപ്പൺ ആയിട്ട് ബിഗ് ബോസിൽ മദ്യം കിട്ടും എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയില്ല എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്. ഇങ്ങനെ ഊഹങ്ങൾ പറയാനേ പറ്റുള്ളൂ. ചിലപ്പോൾ നാരങ്ങ വെള്ളമായിരിക്കാം, ചിലപ്പോൾ വോഡ്ക ആയിരിക്കാം.